ഹായ്, നമ്മൾ മലയാളികളുടെ തനതു വിഭവമായ കപ്പയും മീനുമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഞാൻ അമ്പിളിയാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ചൂര നന്നായി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി, ഒരു മീഡിയം സവാളയുടെ പകുതി നുറുക്കിയത്, ഇത്രയും നന്നായി ചതച്ചെടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളാണ് നമുക്ക് എടുക്കേണ്ടത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയുമാണ് ഞാൻ ഈ മീൻകറിക്ക് വേണ്ടി എടുത്തത്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചാറ് ഒന്ന് കുറുകി വരുന്നതിനാണ് ഇടുന്നത്. 1 ചുള കുടംപുളി. ഈ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഉള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് വഴറ്റുക. നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിപ്പൊടി നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം പൊടികൾ വഴറ്റിയെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുളക് പൊടിയും മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുടംപുളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്നിളക്കി കഷ്ണങ്ങൾ വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് കൂടി ഉപ്പ് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കപ്പ കഴുകി നുറുക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കറി മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ട് പാകത്തിന് ചാറ് പറ്റിച്ച് മീൻകറി റെഡിയാക്കി എടുക്കുക. ഇവിടെ ചാറ് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇവ നന്നായി തിരുമ്മി യോജിപ്പിച്ച് കറിയിലേക്ക് ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് പതുക്കെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. മീൻകറി റെഡിയാണ്. സ്റ്റൗ ഓഫ് ചെയ്യാം. കപ്പ നന്നായി വെള്ളം ഒഴിച്ച് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ച് ഈ വെള്ളം ഊറ്റി കപ്പ എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു തേങ്ങയുടെ 1/4 ഭാഗം ഞാൻ ചുരണ്ടിയെടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 10-15ഓളം ചെറിയ ഉള്ളി, ഇത്രയും നന്നായി അവിയലിൻ്റെ പാകത്തിന് ഒതുക്കി എടുക്കുക. അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. 1/2 ടേബിൾ സ്പൂൺ ജീരകം നന്നായി ചതച്ചെടുത്ത് ഞാൻ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അടുപ്പത്ത് പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് ചൂട് കയറണം, അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. നന്നായി ഇളക്കിയെടുത്ത ഈ തേങ്ങയുടെ മിക്സ് വെള്ളം ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഉടച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ.
ഇതാ നമ്മുടെ കപ്പയും മീൻകറിയും ഇവിടെ റെഡിയാണ്. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.